ആശാവർക്കർമാരുടെ സമരത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തണമെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 13 ദിവസമായി സമരം നടത്തുമ്പോഴും കണ്ടില്ലെന്നടയ്ക്കുന്ന മുഖ്യമന്ത്രി ക്രൂരനാണെന്നും ചെന്നിത്തല പറയുന്നു. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പമുണ്ട്. ആശാവർക്കർമാരുടെ സമരം 2 ആഴ്ച പൂർത്തിയാകാൻ ഇനി 1 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. സുനിഷ, ഇപ്പോഴും ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നില്ലേ? കോൺഗ്രസ് പ്രതിഷേധം പൂർണ്ണമായും ഏറ്റെടുക്കുകയാണോ? സുജയ, 13ാം ദിവസവും ഇതേ രീതിയിൽ തന്നെ ശക്തമായ സമരം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുകയാണ്. ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ആളുകളുടെ എണ്ണം കൂടുന്നു. ഇന്നിൽ പറഞ്ഞതുപോലെ സമരം എന്നതിനപ്പുറം അനിശ്ചിതകാല പണിമുടക്ക് എന്ന രീതിയിലേക്ക് ആശാവർക്കർമാർ അവരുടെ സമര രീതിയെ മാറ്റുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിവിധ ആശാവർക്കർമാർ ഏതായാലും നാളെയോടുകൂടി അടുത്ത ദിവസങ്ങളോടുകൂടി തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് മുന്നിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ മഹാസംഗമം തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ സമരമായി മാറുമെന്നുള്ളത് തന്നെയാണ്. വലിയ രീതിയിലുള്ളൊരു സമരമായി മാറാൻ പോവുകയാണ് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലാണ് നേരത്തെ കോൺഗ്രസ് തന്നെ ഈ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നതാണ്. ഇന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇവിടേക്ക് വരികയും ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യവും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുള്ളതാണ്. നേരത്തെ എന്താണോ ഈ പറയുന്ന ആരോഗ്യമന്ത്രിയും ഒപ്പം തന്നെ ധനകാര്യമന്ത്രിയും ഒക്കെ പറഞ്ഞിരുന്നത്, അവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇവരുടെ അധ്യക്ഷതയിൽ ഒരു യോഗം വിളിച്ചു ചേർക്കണം. ഇവർ പറയുന്ന ആവശ്യങ്ങളെ അനുഭാവപൂർവ്വം കേട്ടുകൊണ്ട് അതിലൊരു തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഇന്ന് ഈ രമേശ് ചെന്നിത്തലയും പറയുകയുണ്ടായത്. ഏതായാലും നിലവിൽ സമരം കടുപ്പിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനമായും ഇവർ പറഞ്ഞ 3 ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങളിൽ കൃത്യമായ തീരുമാനമാകുന്നതുവരെയും സമരം തുടരുമെന്നതാണ്. ഏതായാലും സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരവധി ആളുകൾ, 100 കണക്കിന് ആശാവർക്കർമാരാണ് ഇപ്പോൾ സമരത്തിന്റെ ഭാഗമായിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിലുള്ള ശക്തമായ പോരാട്ടം എന്നുള്ളത് തന്നെയാണ്. ചേച്ചി, അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകുകയാണല്ലോ. ഇന്നലെ മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ ലേബർ കമ്മീഷണർക്കും NHMന്റെ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർക്കും ഇതിനോടകം ഇന്നലെ തന്നെ പണിമുടക്ക് നോട്ടീസ് കൈമാറി കഴിഞ്ഞു. റെസിപ്റ്റ് കൈപ്പറ്റിയിട്ടുണ്ട്. ഇത് പണിമുടക്കിലാണ്. സംസ്ഥാനമെമ്പാടുമുള്ള ആശാവർക്കർമാർ ഈ ഡിമാൻഡ് അംഗീകരിച്ച് സമരം തീരുന്നത് വരെ പണിമുടക്കിലാണ്. 13 ദിവസമായി ഒരു ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ 13ാം ദിവസത്തിലെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഗവൺമെന്റിന് ഇതെല്ലാം എന്താണ് ചെയ്യാനുള്ളത്? ഗവൺമെന്റ് സമരക്കാരുമായി ചർച്ച ചെയ്യലേ മാർഗമുള്ളൂ. മറ്റൊരു കുറുക്ക് വഴി ഇവിടെ ഇല്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ വിശ്വാസത്തിൽ തന്നെയാണ് ഏതായാലും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇവരുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുന്നിൽ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത്. ചേച്ചി എവിടെ നിന്ന് വരികയാണ്? കൊല്ലത്ത് നിന്നാണ്. കൊല്ലം പൂതക്കുളം. എങ്ങനെയാണ് പ്രതിഷേധിക്കാനുള്ളത്? സമരത്തിൽ പങ്കെടുത്ത് പണിമുടക്കിക്കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 17-ാം തീയതി ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസർക്ക് ലെറ്റർ കൊടുത്ത് ഞങ്ങൾ പണിമുടക്കിലാണ് അന്ന് തൊട്ട്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കുന്നവരെ ഞങ്ങൾ പണിമുടക്കും. ഇത് തുടരും. സുജയ, ഇവർക്ക് ഇത് മാത്രമാണ് പറയാനുള്ളത്. ഇവർ പറയുന്ന ചില ആവശ്യങ്ങളുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങി കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളിൽ കൃത്യമായ നിലപാട് സർക്കാർ പറയുന്നതുവരെ, അതിലൊരു തീരുമാനമാകുന്നതുവരെ ഈ കാണുന്നത് പോലെ ഇനി ഇതിലും അധികം ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സമരം, അത് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് കാണുന്ന ഈ സമരം പോലെ തന്നെ ശക്തമായ രീതിയിൽ കൂടുതൽ ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള മറ്റൊരു സമരം നാളെ മുതൽ ഇവിടെ കാണാൻ കഴിയുമെന്നത് തന്നെയാണ്. നിലവിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ഇവർ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ആവശ്യത്തിൽ കൃത്യമായ അനുഭാവപൂർണ്ണമായ നിലപാട് എന്ന് സർക്കാർ കൈക്കൊള്ളുന്നു, ഒരു ചർച്ചയ്ക്ക് സർക്കാർ എപ്പോൾ തയ്യാറാകുന്നു, ഇവരുടെ ആവശ്യങ്ങൾ എപ്പോൾ അംഗീകരിക്കപ്പെടുന്നു, അതുവരെ ഇതേ രീതിയിലുള്ള സമരം തുടരുമെന്നത് തന്നെയാണ് സുജിയ ഇവർ പറയുന്നത്. സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. ആശാവർക്കർമാരുടെ സമരം 13ാം ദിവസവും തുടരുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ.